നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 13. അല്ലിയെ വിളിച്ചുണർത്താൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നെങ്കിലും സമയം വൈകുന്നത് അവന് മനസ്സിലായിരുന്നു. കൃതി ആദ്യം പതുക്കെ വിളിച്ചു. അല്ലി ഞെട്ടി എഴുന്നേറ്റു. ആദ്യേട്ടാ, എഴുന്നേറ്റോ? സോറി, ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. ആദ്യേട്ടൻ എണീറ്റിട്ട് കുറേ നേരമായോ? അല്ലി വേഗം ബെഡിൽ നിന്ന് മാറി അവൻ്റെ അടുത്തേക്കിരുന്നു. ആദ്യം അവളെ തന്നെ നോക്കിയിരുന്നിരുന്നു. പനി കുറവുണ്ടോ? അവൾ അവൻ്റെ നെറ്റിയിൽ കൈ ചേർത്തു. കുറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് കഞ്ഞി കൂടി കുടിച്ച് മരുന്ന് കൂടി കഴിച്ചാൽ പൂർണ്ണമായും മാറിക്കോളും. ഞാൻ കഞ്ഞി കൊണ്ടുവരാം. അവൾ വേഗം കഞ്ഞി ചൂടാക്കി കുറച്ച് നാരങ്ങാച്ചാറെടുത്ത് ആദിക്ക് കൊടുത്തു. പ്ലേറ്റ് കയ്യിലെടുത്ത് ആദ്യം നോക്കിയതും ഞാൻ തനിയെ കഴിച്ചോളാം ആദ്യ പറഞ്ഞു. അല്ലിയുടെ മുഖം ഒന്ന് മങ്ങി. രാവിലെ ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ആദിക്ക് ശരിക്കും ചമ്മലായിരുന്നു. അവൻ കഴിക്കുന്നത് വരെ അല്ലി അവൻ്റെ കൂടെ ഇരുന്നു. അവൻ കഴിച്ചു കഴിഞ്ഞതും അവൾ അവന് മരുന്ന് കൊടുത്തു. നാളെയും പനിയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാൻ കൂടെ വരാം, അല്ലി അവനോട് പറഞ്ഞു. അത് വേണ്ട. കൃതി എങ്ങനെയാണ് പോകുന്നത്? അത് ചോദിച്ചു. എന്നെ പറഞ്ഞേക്കാൻ ധൃതി ആയോ? ലേറ്റ് ആവില്ലേ, അതാണ് ചോദിച്ചത്. കൃതി പോകണമെന്ന് എനിക്കുമില്ല, ആദ്യം പയ്യെ പറഞ്ഞു. ആദ്യ അത്ഭുതത്തോടെ അവനെ നോക്കി. അല്ല, കൃതി ഒറ്റയ്ക്ക് പോകണ്ടേ? അല്ലെങ്കിൽ ഞാൻ കൊണ്ട് വിട്ടേനെ, ആദ്യ പതർച്ചയോടെ പറഞ്ഞു. ഈ പെണ്ണിൻ്റെ മുന്നിൽ മാത്രമാണല്ലോ ഈ പതർച്ചയും ചമ്മലും, ആദ്യം ഓർത്തു. വേണ്ട, ഞാൻ വണ്ടിക്കാണ് വന്നത്, ഇപ്പം തന്നെ ഇറങ്ങാം. അല്ലി വേഗം ഫ്രഷ് ആവാൻ കയറി. മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിവെച്ച് അവൾ പോകാൻ തയ്യാറായി. രാത്രിയിൽ കഴിക്കാനുള്ളത് ചൂടാക്കി കഴിക്കണം കേട്ടോ. പിന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിടയ്ക്ക് ചൂടാക്കി കുടിച്ചോ. മരുന്ന് കഴിക്കാൻ മറക്കരുത്, അല്ലി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ചെറിയ കുട്ടിയല്ല കൃതി, ആദ്യം അവളോട് പറഞ്ഞു. അല്ലി അവൻ നോക്കി കണ്ണു കൂർപ്പിച്ചു. എനിക്ക് പക്ഷെ ചെറിയ കുട്ടിയായിട്ടാണ് തോന്നിയത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ കിടപ്പിൽ നിന്ന് എണീക്കുമായിരുന്നോ? അവൾ കുറുമ്പോടെ ചോദിച്ചു. ആദ്യം മറുപടി പറഞ്ഞില്ല. സത്യമാണെന്ന് അവനും അറിയായിരുന്നു. ഞാൻ പോയിക്കോട്ടെ? അല്ലി ചോദിച്ചു. ആദ്യം തലയാട്ടി. നാളെ വൈകി ലീവ് എടുക്കണം, അല്ലി പറഞ്ഞു. നാളെയും ഞാൻ വരണോ? ആദ്യം അവളെ ഒന്ന് നോക്കി. വേണ്ടായിരിക്കല്ലേ? എങ്കിൽ ശരി അതേട്ടാ, റെസ്റ്റ് എടുക്ക്. അല്ലി ഡോറ് തുറന്നതും ആദ്യം വേഗം ഡോറടച്ച് അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. ഇറുക്കി കെട്ടിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അല്ലി വിറച്ചുപോയി. താങ്ക്സ് കൃതി, ഇങ്ങനെ ആരും എനിക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. അവൻ്റെ വാക്കുകൾ ഇടറി. അവൻ്റെ വാക്കുകൾ കേട്ടതും അല്ലിയുടെ കൈകൾ അവനെയും ചുറ്റുപിടിച്ചു. കണ്ണാ, എത്ര നേരമായി വിളിക്കുന്നു? നിന്റെ ഫോൺ ഓഫായിരുന്നല്ലോ, അച്ചമ്മ ചോദിച്ചു. ചാർജില്ലാതെ ഓഫായിപ്പോയിരുന്നു അച്ചമ്മേ. എന്താ ശബ്ദം വല്ലാതിരിക്കുന്നത്? പനിയായിരുന്നു. പനിയോ? നീ എവിടെയാ കണ്ണാ? തറവാട്ടിലാണോ? ഹോസ്പിറ്റലിൽ പോയോ നീ? ഇപ്പോൾ എങ്ങനെയുണ്ട്? അച്ചമ്മയ്ക്ക് വെപ്രാളമായി. അച്ചമ്മേ, ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ്, പനി കുറവുണ്ട്. അവിടെ നീ ഒറ്റയ്ക്കല്ലേ? ഞാൻ കൃഷ്ണനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയാം. അച്ചമ്മേ, ഞാൻ പറഞ്ഞല്ലോ പനി നല്ലോണം കുറഞ്ഞെന്ന്. പിന്നെ ഇവിടെ കൃതി ഉണ്ടായിരുന്നു, അവൻ ചമ്മലോട് പറഞ്ഞു. അല്ലിമോളോ? അതെ അച്ചമ്മേ. അത് പിന്നെ രാവിലെ അയാളെ വിളിച്ചപ്പോൾ ഞാൻ പനിയാണെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട് അയാൾ ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇന്ന് മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചേ ആയിട്ടുള്ളൂ പോയിട്ട്. കണ്ണാ, അല്ലിമോട് ശരിക്കും വന്നോ? അച്ചമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. വന്നു അച്ചമ്മേ, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുറേ ഉപദേശങ്ങൾ വന്നിട്ടാണ് പോയത്, ആദ്യ ചിരിയോടെ പറഞ്ഞു. നിൻ്റെ അമ്മ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലിമോള്, അല്ലേ ആദി? അച്ചമ്മ ചോദിച്ചു. ആദ്യം അത് തന്നെ ആലോചിച്ചു. ശരി കണ്ണാ, നീ റെസ്റ്റ് എടുക്ക്. അച്ചമ്മ നാളെ വിളിക്കാം. ഞാൻ നാളെ കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്. ആ ഓർഫനേജിലെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാൻ. ആണോ? ഞാൻ വരണോ അച്ചമ്മേ? വേണ്ട കണ്ണാ, എനിക്ക് മാനേജ് ചെയ്യാനുള്ളതുള്ളൂ. അച്ചമ്മ ഫോൺ വച്ചു. ആദ്യം കിച്ചണിലേക്ക് ചെന്ന് ചുക്ക് കാപ്പി ചൂടാക്കി അതൊരു ഗ്ലാസ്സിലെടുത്ത് അവൻ ബാൽക്കണിയിൽ ചെന്നിരുന്നു. ബാൽക്കണിയിൽ നിന്ന് കാണുന്നത് കൊച്ചി കായലാണ്, പിന്നെ ബോൾഗാട്ടി പാലസും. കാറ്റ് കൊണ്ട് അവിടെ ഇരിക്കുന്നത് അതിക്ക് വലിയ ഇഷ്ടമാണ്. ഇന്ന് അല്ലി വന്നത് മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പതുക്കെ ചാരി തുടങ്ങിയതും അവൻ അകത്തേക്ക് നടന്നു. പെട്ടെന്നാണ് അലി എത്തിയിട്ടുണ്ടാകുമോ എന്നവൻ ഓർത്തത്. വേഗം ഫോൺ എടുത്ത് അല്ലിയെ വിളിച്ചു. ഫോൺ റിങ് ചെയ്ത് തീരാറായതും അല്ലി കോൾ എടുത്തു. ആദ്യേട്ടാ, പനി മാറിയോ? കൃതി വീട്ടിലെത്തിയോ? ഞാൻ എത്തിയ ആദ്യേട്ടാ. മഴ വരാനായതുകൊണ്ട് ഞാൻ ചെറിയച്ഛൻ്റെ ഓഫീസിലേക്ക് ചെന്നു. അവരുടെ കൂടെ കാറിനാണ് പോകുന്നത്. വണ്ടി അവിടെ വെച്ചു. ആണോ? നന്നായി.
മഴ കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു. താനും നനയല്ലോ എന്നോർത്തു. ഇപ്പം എങ്ങനെയുണ്ട്? എന്തെങ്കിലും കഴിച്ചോ? നല്ല കുറവുണ്ടല്ലേ? തൻ്റെ കാപ്പി കുടിക്കുന്നു. ഫുഡ് ഇനിയിപ്പോൾ വൈകി കഴിക്കുന്നുള്ളൂ. മരുന്ന് കഴിക്കാൻ മറക്കരുത് കേട്ടോ. ശരി. കൃതി കഴിച്ചോ? ഇല്ല, ഇപ്പം കുളിച്ചു വന്നതേ ഉള്ളൂ. കഴിക്കണം. എങ്കിൽ പോയി കഴിക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ശരി ആദ്യേട്ടാ, ബായ്. ബായ് കൃതി. ആദ്യം ഫോൺ വെച്ചുകൊണ്ട് സോഫയിൽ വന്നിരുന്നു. പിന്നെ ഓഫീസിൽ വിളിച്ച് നാളത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓഫീസിലെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായിരുന്നു. ആദ്യം ടി വി ഓൺ ചെയ്ത് ന്യൂസ് കാണാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതും ആരോ കോളിംഗ് ബെൽ അടിച്ചു. ആദ്യം ഡോർ തുറന്നതും സാം ആയിരുന്നു അത്. പനി എങ്ങനെയുണ്ടടാ? ഞാൻ ഓക്കെയാണ്. നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ പെണ്ണെനിക്ക് തലക്ക് സൊയ് തന്നിട്ടില്ല. ആദ്യം ഒറ്റയ്ക്കാണ് ഇന്ന് അവിടെ നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കൃതിയോ? നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? സോറിടാ, ഞാൻ ഓർത്തില്ല ആളങ്ങനെ ചെയ്യുമെന്ന്. ആടാ, എൻ്റെ കൊച്ചിനങ്ങനെ സഹായം ചോദിക്കാൻ ഒരു മടിയുമില്ല. 3 കൊല്ലം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടും നിനക്കല്ലേ വയ്യെന്ന് അറിയിക്കാൻ പറ്റാത്തത്? സാമാന് നല്ല ചീത്ത പറഞ്ഞു. എടാ അങ്ങനെയല്ല, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അതാ ഞാൻ. അതേടാ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മറ്റേ ഹനുമാനെ പോലെ ഏതോ മല ചുമന്നാണല്ലോ നിനക്ക് വേണ്ടി മരുന്ന് കൊണ്ടുവരേണ്ടത്. അല്ലേടാ, ഒന്ന് പോയടാ, വാ, എനിക്ക് വിശക്കുന്നു. സാർ അകത്തേക്ക് നടന്നു. എടാ, ഇവിടെ എനിക്കുള്ള കഞ്ഞിയേ ഉള്ളൂ, അത് മതിയോ? ആർക്ക് വേണം നിന്റെ കഞ്ഞി? നിന്റെ പരമപശിക്ക് ഭാര്യയെ കൊണ്ട് എനിക്കുള്ള പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട്. കർത്താവേ, ലവളമാൻ എന്നും എന്നെയാണ് ഊട്ടുന്നത്. ഇന്ന് നീ എനിക്ക് അവസരം തന്നല്ലോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, അപ്പോഴേക്ക് ഫുഡ് വരും. സാം അടുത്ത റൂമിലേക്ക് കയറി. ഭാര്യയോ? ആദ്യം അന്തം വിട്ട് നിന്നു. പതുക്കെ ആ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കെ ആദ്യയുടെ മനസ്സിൽ മുഴുവൻ അല്ലിയായിരുന്നു. അവൾ അവന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും അവനത് മറ്റെന്തിനും. തൻ്റെ മൊബൈലിലേക്ക് വരുന്ന അച്ഛമ്മയുടെ കോള് കണ്ട് അല്ലിയൊന്ന് ഭയന്നു. ഞാൻ അവിടെ ചെന്നത് അറിഞ്ഞിട്ടുണ്ടാവോ? ആരോട് പറയരുതെന്ന് ആദ്യമായിട്ടോട് പറയാനും മറന്നല്ലോ ദൈവമേ, അല്ലി ഓർത്തു. ഹലോ അച്ഛമ്മേ, അല്ലി വിളിച്ചു. അല്ലി ഇന്ന് കണ്ണൻ്റെ ഫ്ലാറ്റിൽ പോയിരുന്നോ? അച്ഛമ്മ ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ അച്ഛമ്മേ, സോറി. എനിക്കറിയാം അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ആദ്യമായിട്ട് വയ്യെന്ന് കേട്ടപ്പോൾ പിന്നെ പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. സോറി അച്ഛമ്മേ. അല്ലി ഒറ്റ ശ്വാസത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് അല്ലിയോ ഒന്ന് കാണണം. നാളെ കഴിഞ്ഞാൽ തണൽ ഓർഫനേജിൽ വരുന്നുണ്ട്. അങ്ങോട്ട് വരാൻ പറ്റുമോ? വരാം അച്ഛമ്മേ. എല്ലാം ഓക്കെ അല്ലേ? അവൾക്ക് ടെൻഷനായി. പ്രശ്നമൊന്നുമല്ല മോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പക്ഷേ ആദ്യം അറിയണ്ട നമ്മൾ തമ്മിൽ കാണുന്നത്. അച്ഛമ്മ ഫോൺ വെച്ചതും അല്ലി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞ് അച്ഛനോട് അനുവാദം വാങ്ങി. ആലി വന്നവിടെ ഉണ്ടായിരുന്നു. സാം ഇല്ലാഞ്ഞതുകൊണ്ട് അവളെ അല്ലി അങ്ങോട്ട് വിളിച്ചിരുന്നു. രാത്രി അല്ലിയുടെ റൂമിൽ കിടക്കെ രണ്ടുപേരും എന്നത്തെയും പോലെ ഒരുപാട് സംസാരിച്ചു. അമ്മ നമ്മളെ കളിയാക്കുന്നത് വെറുതെ ആണോ അല്ലേ ആലി? നമുക്ക് സംസാരിക്കാനാണോ വിഷയങ്ങളില്ലാത്ത? അല്ലി ആലിയെ കെട്ടിപ്പിടിച്ചു. നിന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ പെണ്ണെ? രണ്ടുപേർക്കും അവരുടെ തിരക്കുകളാവില്ലേ? ലൈഫ് ഇങ്ങനെ തന്നെയാ. വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി അങ്ങോട്ട് മുതലാക്കണം. അല്ല പിന്നെ. ആദ്യമായിട്ടും സാമച്ചൻ നമ്മളെപ്പോലെ കൂട്ടുകാരായി നന്നായി അല്ലേ ആലി? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അകന്നു പോയേനെ അല്ലേ? അങ്ങനെ അകന്നു പോകാൻ നമുക്ക് പറ്റുമോ വേണേ? അങ്ങനെ ഒരുത്തം വന്ന് അകലുന്നതാണോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്? അല്ലെങ്കിൽ ദേഷ്യം വന്നു? അതല്ലടി, അവർ തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവർക്ക് മനസ്സിലാവും. പക്ഷേ മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അതും ശരിയാ. പിന്നെ നീ പറയേ, IPS എങ്ങനെയുണ്ട്? പാവാണോ? ഇതുവരെ പാവാണ്. പിന്നെ അങ്ങനെ പെട്ടെന്നൊരാളെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആലി. അതെനിക്ക് പണ്ടേ മനസ്സിലായതാ, നീ മൂക്കും കുത്തി വീഴുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ, ഒരു കണക്ഷൻ ഫീൽ ചെയ്തുവെന്ന്. എനിക്കൊരുപാട് ഇഷ്ടമാണ് ആലി. ആളെ കുറേ സ്നേഹിക്കാൻ തോന്നുന്ന പോലെ. യു ആർ ഇൻ ലവ്, അത്രയേ ഉള്ളൂ. ലവ് എങ്കിൽ ലവ് തന്നെ. എനിക്കെന്താ, ലവ് വരാൻ പാടില്ലേ? എത്ര ചെക്കന്മാർ നിന്റെ പുറകെ വന്നതാ. അവരെ ഒന്നും തിരിഞ്ഞോക്കാത്ത നീ ഈ IPSന്റെ മുന്നിൽ വീണ് പോയല്ലോ മോളെ. ദേ ആലി, എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. കളിയാക്കല്ലേ. നീ സാംജോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എൻ്റെ അലിക്കുട്ടി പാവല്ലേ, ഞാനല്ലേ വില്ലെത്തി. ആലി അലിയുടെ കവിളിൽ പിടിച്ച് വലിച്ചു. നീ കിടക്കാൻ നോക്ക്, നാളെ ഓഫീസിൽ പോകേണ്ടതാ. അയ്യോ, അത് ശരിയാണല്ലോ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്ന ഫീലാ. ജോലി കിട്ടിയതും കല്യാണം കഴിഞ്ഞതും ഒക്കെ മറന്നു പോകും. ആലി അല്ലിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. അന്നത്തെ പോലെ എനിക്കൊരു ഉമ്മ വയ്ക്കരുത്, അല്ലി പറഞ്ഞു. ഓ, എൻ്റെ ഉമ്മയൊക്കെ നിനക്കിപ്പോൾ വേണ്ടല്ലോ. IPSന്റെ ഉമ്മ മതിയായിരിക്കും അല്ലേ? ആലി അവളെ പുച്ഛിച്ചു. ഒന്ന് പോയേ. അല്ലിക്ക് ആലി പറഞ്ഞത് കേട്ട് എന്തോ പോലെ തോന്നി, ചമ്മലോ നാണോ ഒക്കെ.
ആലി അവളെ നോക്കി ചിരി അടക്കി. ഞാനേ നിന്നെ കെട്ടിപ്പിടിക്കാനൊന്നും പോകണില്ല. എനിക്ക് എൻ്റെ സാമച്ചിനെ കെട്ടിപ്പിടിച്ചാൽ മതി. നീ നിൻ്റെ IPSനെ കെട്ടിപ്പിടിക്കുന്ന സ്വപ്നം കാണാൻ നോക്ക്. ആലി തിരിഞ്ഞു കിടന്നു. പെട്ടെന്ന് അലിക്ക് ആദ്യം അവളെ കെട്ടിപ്പിടിച്ചത് ഓർമ്മ വന്നു. അവളുടെ നെഞ്ചൊന്ന് കിഴിഞ്ഞിപ്പോയി. ആ സമയം സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് തോന്നിയത് ആളോട്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അവൾക്ക് ദേഹമൊക്കെ വിറച്ചു. പിറ്റേന്ന് ആദ്യം വിളിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ടാണ് അലി സ്കൂളിൽ പോയത്. സാമച്ചിനെ വിളിച്ച് ചോദിച്ച് ആ കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ആദ്യം വിളിച്ച് അവൾ വിവരങ്ങൾ അന്വേഷിച്ചു. പക്ഷേ അച്ഛമ്മയെ കാണുന്ന കാര്യം അതിൽ നിന്ന് അവൾ മറച്ചു വെച്ചു. അത്ര സുഖമുള്ള കാര്യങ്ങളല്ല അച്ഛമ്മ പറയാൻ പോകുന്നതെന്ന് അലിക്ക് ഉറപ്പായിരുന്നു. രാത്രി അല്ലി ആദ്യം ഫോൺ ചെയ്തു. ആദ്യം ഇപ്പോൾ ഫ്ലാറ്റിലാണോ? അല്ലി ചോദിച്ചു. ഇല്ല കൃതി, ഓഫീസിൽ തന്നെയാണ്. അതെന്താ, ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ? പോലീസ് ഓഫീസേഴ്സിന് എന്ത് ഡ്യൂട്ടി ടൈം കൃതി? ഫുൾ ഡേ ഡ്യൂട്ടിയാണ്, ഹോളിഡേ ആണെങ്കിൽ പോലും. എന്നാലും നേരത്തെ പോകുമായിരുന്നു. വയ്യാഞ്ഞിട്ടല്ലേ? മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിക്കാൻ കൃതി, കുറച്ച് ബിസിയാണിപ്പോൾ. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? അത് ചോദിച്ചു. അല്ലി ഫോൺ വെച്ചു. ഈ പോലീസിൻ്റെ ജോലി വലിയ കഷ്ടമാണല്ലോ. അസുഖം മാറുന്നതിന് മുമ്പ് ജോലിക്ക് കയറാൻ ഒരാളും. അവൾ അച്ഛമ്മയെ വിളിച്ച് നാളെ വരുന്ന കാര്യം ഒന്നും കൂടി ഉറപ്പിച്ചു. എന്നിട്ടാണ് കിടക്കാൻ പോയത്. രാത്രി ആദ്യം അവളെ വിളിച്ചത് അവൾ കണ്ടുമില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതും ആദ്യയുടെ മിസ് കോൾ കണ്ടെങ്കിലും അവൾ തിരികെ വിളിച്ചില്ല. സംസാരത്തിനിടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഇന്ന് അച്ഛമ്മയെ കാണാൻ പോകുന്നത് മറച്ചു വയ്ക്കാൻ നുണ പറയേണ്ടി വന്നാലോ എന്നോർത്ത് ആയിരുന്നു അല്ലി അവനെ വിളിക്കാതിരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അച്ഛമ്മ ചെല്ലാൻ പറഞ്ഞതെങ്കിലും അല്ലി അന്ന് ലീവ് എടുത്തു. ഉച്ചയോടെ വീട്ടിൽ നിന്നിറങ്ങി. നേരത്തെ തന്നെ അവൾ തണലിലെത്തി. എത്തിയ കാര്യം അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് അവൾ അവിടെയുള്ളൊരു മരത്തിന് തണലിലിരുന്നു. കുറച്ച് കഴിഞ്ഞതും അച്ഛമ്മ അങ്ങോട്ട് വന്നു. കുറേ നേരം കാത്തിരുന്നല്ലേ? ഇവിടെ കുറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് 2 കുട്ടികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് മോളെ. അതിൻ്റെ തിരക്കായിരുന്നു. അച്ഛമ്മ വരണമായിരുന്നോ? ആദ്യമായിട്ടേ വന്നേനല്ലോ. അവനോട് പറയാൻ പോയതായിരുന്നു. പക്ഷേ അപ്പോൾ അവന് പനിയാണെന്ന് അറിഞ്ഞത്. പിന്നെ പറഞ്ഞില്ല. മോൾ ഇന്നലെ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അല്ലേ? അച്ഛമ്മ, അത് അച്ഛമ്മയ്ക്ക് ദേഷ്യമുണ്ടോ ഞാൻ അവനെ പോയതിൽ? എനിക്കെന്തിനാ ദേഷ്യം? എനിക്ക് സന്തോഷമുള്ളൂ. അവനെ പൊന്നുപോലെ നോക്കുന്ന ഒരാളുണ്ടല്ലോ അവൻ്റെ കൂടെ. എൻ്റെ മനസ്സിലെ കുറ്റബോധം കുറച്ച് കുറയും. അച്ഛമ്മ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛമ്മ ഇതിനാ വരാൻ പറഞ്ഞത്? അല്ലി ചോദിച്ചു. അതേക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് മോൾ അറിഞ്ഞാൽ മതിയെന്നായിരുന്നു എനിക്ക്. പക്ഷേ ഇന്നലെ മോൾ അവൻ്റെ കൂടെ ഉണ്ടായത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി മോൾ എന്നും അവൻ്റെ കൂട്ടായി ഉണ്ടാവുമെന്ന്. അല്ലി ഉറപ്പ് കൊടുക്കുന്നത് പോലെ അച്ഛമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അച്ഛമ്മ അല്ലിയുടെ കൂടെ അവിടെയുള്ള സീറ്റിലേക്ക് ഇരുന്നു. അല്ലി അച്ഛമ്മയെ കേൾക്കാൻ ഒരുങ്ങി.